നമ്മൾ നേരെ അമ്മച്ചിക്കൊട്ടാരം എന്ന് പറയുന്ന സ്ഥലത്തോട്ട് നമ്മൾ പോവുകയാണ്. നമ്മൾ അമ്മച്ചിക്കൊട്ടാരത്തിൽ എത്തിയിരിക്കുകയാണ്. എന്റെ പൊന്നു ഗൈസ്. ഹലോ ഗൈസ്, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ മച്ചാമാരെ, നമ്മൾ ഇന്ന് നൈസ് ഒരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പം എന്തായാലും നിങ്ങൾ ഫുള്ളായിട്ട് കാണുക, എന്നിട്ട് നിങ്ങൾ കണ്ടിട്ട് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഓക്കെ. ഓ മാൻ, അങ്ങനെ നമ്മൾ എത്തിയിരിക്കുകയാണ് വാഗമൺ. എൻ്റെ മോൻ ഇതെന്നെ കൂടെ ഇതിൻ്റെ ഇതൊന്നും കാണാൻ മേല കേട്ടോ. ഓ എൻ്റെ ദൈവമേ. നമ്മൾ വാഗമണ്ണാണ്. നിൽക്കുകയാണ്. അപ്പം എൻ്റെ ബനിയനും കൂടെ നമ്മളെ ഉണ്ണിക്കുട്ടനിട്ടേക്കുക. അപ്പോൾ ഞാൻ ഈ തണുപ്പത്തോടെ ഇങ്ങനെ അങ്ങ് നിൽക്കുകയാണ്. ചെറിയ ചാറ്റൽ മഴയുണ്ട്. ഇതേ അങ്ങോട്ട് നോക്കും, കോട. നിങ്ങൾക്ക് കോട കാണാൻ പറ്റുന്നുണ്ടോ? എൻ്റെ മോനെ, നമ്മുടെ സിംഹം. ഓ, ഇത് വേറെ ലെവല് സാധനം കേട്ടോ. ഇതൊന്ന് ടെസ്റ്റ് ചെയ്യണം. ഓ ഗായ്സ്, അപ്പോൾ നമ്മുടെ കോട ഇങ്ങനെ പയ്യെ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങളവിടെ 2 മണിക്കൂറായി നിൽക്കുന്നത്. നമ്മുടെ ഉണ്ണിക്ക് തീരെ വയ്യ. അയ്യോ, ഉണ്ണിനെ കാണാൻ മേലല്ലോ. ഉണ്ണിക്ക് തീരെ വയ്യ. നോക്കൂ, ഉണ്ണി തണുത്ത് വിറങ്ങലിച്ചിരിക്കുകയാണ്. പക്ഷേ ഇതുണ്ടോ, ഒരു കുഴപ്പമില്ലാതെ നമ്മളിവിടെ ബനിയനൂരി നിൽക്കുകയാണ്. ഒരു കുഴപ്പമില്ല. കുറച്ച് നേരം ചാറ്റൽ മഴയും കൊണ്ട് ഇതെന്ത് ഇത് ഉണ്ണി, വാട്ട് ഹാപ്പൻഡ്? കോട അങ്ങോട്ട് ഇറങ്ങുന്നതുണ്ടോ? വേറെ ലെവല് കേട്ടോ. ഇവിടെ മൊത്തം കോട അങ്ങോട്ട് മൂടിയിരിക്കുകയായിരുന്നു. നമ്മളെന്തായാലും കോട മാറുന്നിടം വരെ ഇവിടെ ഇങ്ങനെ അങ്ങ് നിന്ന്. ഹേ ഗായ്സ്, അപ്പോൾ നമ്മൾ കുട്ടിക്കാനമാണ് ഉള്ളത്. അപ്പോൾ നമ്മൾ നേരെ അമ്മച്ചിക്കൊട്ടാരത്തിലോട്ട് പോവുകയാണ്. ഓക്കെ, അപ്പോൾ അമ്മച്ചിക്കൊട്ടാരം പോകുന്ന വഴിയിലാണ് നമ്മൾ നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ 2 മച്ചന്മാരത്തെ അങ്ങോട്ട് പോയി. അപ്പോൾ നമ്മൾ അമ്മച്ചിക്കൊട്ടാരത്തിലോട്ട് പോവുകയാണ്. ഓക്കെ, അപ്പോൾ അതിനുവേണ്ടി മാത്രമല്ല നമ്മൾ വന്നത്. നമ്മൾ ജസ്റ്റ് ചുമ്മാ ഇറങ്ങി. അപ്പോൾ എന്തായാലും ഇവിടം വരെ വന്നതാണ്. അപ്പോൾ നമുക്ക് അമ്മച്ചിക്കൊട്ടാരം കണ്ട് ഇനി വേറെ എവിടെ ഉണ്ട് അതുകൂടെ കണ്ടിട്ട് നമ്മൾ പോകത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ഗായ്സ്, അപ്പോൾ നമ്മൾ നേരെ അമ്മച്ചിക്കൊട്ടാരം എന്ന് പറയുന്ന സ്ഥലത്തോട്ട് നമ്മൾ പോവുകയാണിത്. അപ്പം ഞങ്ങൾ ആ റോഡ് കയറി കുറച്ച് ഓഫ് റോഡൊക്കെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ കൂട്ടത്തിലുള്ള 2 പേര് അവിടെ നിൽപ്പുണ്ട്. എന്താണെന്ന് അറിയത്തില്ല, അവിടെ നിൽപ്പുണ്ടോ ഗായ്സ്. അപ്പോൾ നമ്മളൊരു കാട്ടിലോട്ട് പോകുന്ന പോലെയാണ് കേട്ടോ, ഒരു ഫോറസ്റ്റിലോട്ട് പോകുന്ന പോലെയാണ് നമ്മൾ പോകുന്നത്. ഗവൺമെൻറ് റെസിഡൻഷ്യൽ സ്കൂൾ. അപ്പോൾ നമ്മൾ അങ്ങോട്ടല്ല, നമ്മൾ നേരെയാണ് പോകുന്നത്. കിട്ടിലും വ്യൂ കേട്ടോ, അടിപൊളി. വരാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് വന്ന് ട്രൈ ചെയ്ത് ഒന്ന് എക്സ്പ്ലോർ ചെയ്യേണ്ട കേട്ടോ. കാര്യം അടിപൊളി. ചുറ്റുമൊക്കെ നോക്കി, അങ്ങോട്ടൊക്കെ നോക്കൂ. വേറെ ലെവല് സാധനം കേട്ടോ. ഓ എൻ്റെ മോനെ, അങ്ങോട്ട് ഓ കറക്റ്റ് നമ്മൾ ഒരു ഉൾവനത്തിൽ കൂടെ പോകുന്ന പോലെ തന്നെ ഗായ്സ്. അപ്പോൾ നമ്മൾ അമ്മച്ചിക്കൊട്ടാരം എൻ്റെ മോനെ വിഷയം വഴിയാ കേട്ടോ. ഇത് എന്നാണിത്? അമ്മച്ചിക്കൊട്ടാരം സ്ഥലത്തോട്ട് നമ്മൾ പോവുക കേട്ടോ. എനിക്കൊരു ഉൾഭയമുണ്ട്. അപ്പം കൂട്ടത്തിലുള്ളവർക്ക് ഒരു ഭയമുണ്ട്. എന്താണെന്ന് അറിയത്തില്ല. ഈ വഴിയൊക്കെ കണ്ടിട്ട് നമുക്കങ്ങോട്ട് ഒരു വല്ലാത്തൊരു പേടി. ഓ എൻ്റെ പൊന്നു ഗായ്സ്, നല്ല പേടിയുണ്ട് കേട്ടോ. ആ അളിയ, നമുക്ക് എന്തായാലും ഒന്ന് പോയി നോക്കാം. എനിക്കറിയത്തില്ല എങ്ങനെയാണെന്നൊന്നും. ഗായ്സ്, നല്ല ഓഫ് റോഡാണ് കേട്ടോ. എൻ്റെ മോനെ, ഓഫ് റോഡ് എന്ന് പറഞ്ഞാൽ വേറെ ലെവൽ ഓഫ് റോഡാണ്.
ഗായ്സ് ഇവിടെ ആരോ ഉണ്ട് കേട്ടോ. അതെ നമ്മൾ അമ്മച്ചി കൊട്ടാരത്തിൽ എത്തിയിരിക്കുകയാണ്. എൻ്റെ പൊന്ന് ഗായ്സ്. അപ്പോൾ ഇതാണ് നമ്മുടെ അമ്മച്ചി കൊട്ടാരം കേട്ടോ. ഓ എൻ്റെ മോനെ. വേറെ ഏതാ വണ്ടിയൊക്കെ വരുന്നുണ്ടോ? എടാ സ്പോട്ടാണ് ഇത്. ആൾക്കാരൊക്കെ ഇവിടെ വരുന്നതാണ്. നമുക്കപ്പോൾ അങ്ങോട്ട് വരുമ്പോൾ വരും. അപ്പോൾ ഗായ്സ് നമ്മൾ അമ്മച്ചി കൊട്ടാരത്തിൽ എത്തിയിരിക്കുകയാണ്. അപ്പം പലരും പറയുന്നു ഇവിടെ വന്നാൽ വഴി തെറ്റിച്ച് വിടുന്നൊക്കെ. എനിക്കൊരു പേടിയുണ്ട്. എൻ്റെ മോനെ ഇങ്ങനെ പേടിച്ചാലടാ, പേടിത്തണ്ട അങ്ങോട്ടൊക്കെ കാണിക്കുമോ? എൻ്റെ ദൈവം ഇതെന്നാണിത്? നമ്മൾ ഉൾക്കാട്ടി വന്ന പോലെ ഉണ്ട് കേട്ടോ. വേറെ ലെവല് സാധനം. എൻ്റെ മൊച്ചന്മാരെ ഒരു രക്ഷയില്ല കേട്ടോ. ഇതിൻ്റെ അകത്ത് കയറാൻ എങ്ങനെയാണെന്ന് അറിയത്തില്ല. പാല പൂക്കുന്ന മണം അളിയാ. നമുക്കിപ്പോൾ തന്നെ പോയേക്കാം ഗൈസ്. അപ്പം നമുക്ക് വേറെ ലൊക്കേഷൻ പിടിക്കാമെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. അതെ ഓട്ടെ കമ്മിയർ. ഇവിടെ ഒരു സ്കൂട്ടർ ഇരിപ്പുണ്ട്. അപ്പോൾ ഇങ്ങോട്ട് വരുന്ന വഴി ആരും കണ്ടില്ല. ഒരു ചെലങ്കയുടെ ശബ്ദമല്ലേ കേൾക്കുന്നത്? ചെലങ്കയുടെ ശബ്ദമൊക്കെ കേൾക്കുന്നു. പേടിയാണ് പോടാ. നോക്കുന്നു. ആ ആണോ? പിന്നെന്താ പിടിക്കുന്നു? ഗൈസ് അപ്പോൾ ഒരമ്മച്ചി ഇവിടെ ഉണ്ട്. ആ വല്ലാത്തൊരു പേടിയുണ്ട് ഗൈസ്. അപ്പോൾ നമ്മൾ തിരിച്ചു പോവുകയാണ്. നീ അങ്ങനെ കൂടെ പോയിക്കോ. ഞാനൊന്നുമില്ല. പിന്നെ എൻ്റെ പൊന്നു മോനെ ആണോ? ആ ആ ആ ഗൈസ് ഇതാണ് നമ്മുടെ അമ്മച്ചി കൊട്ടാരത്തോടെ കയറുന്ന വഴി കേട്ടോ. അപ്പം ആ അമ്മച്ചി നമ്മളോട് ഒത്തിരി കാര്യങ്ങൾ ചോദിച്ചു. അപ്പോൾ നമ്മൾ ഒന്ന് വിറച്ച് പോയി. അതുകൊണ്ട് നമ്മൾ തിരിച്ചിറങ്ങിയതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും നമ്മൾ ഇവിടുന്ന് തിരിച്ച് പോവുകയാണ്. ഓക്കെ. അപ്പോൾ ഗൈസ് അപ്പോൾ അവിടെ ഞങ്ങൾ ചെന്നപ്പോൾ തന്നെ ഞങ്ങൾ ആരെയും കണ്ടില്ല. പെട്ടെന്ന് ഒരാൾ പുറത്തോട്ട് ഇറങ്ങി വന്ന്. അപ്പോൾ അവർ ഞങ്ങളോട് ചോദിച്ച് ഒരു അമ്മച്ചിയാണ്. അപ്പോൾ ആ അമ്മച്ചി ഞങ്ങളോട് ചോദിച്ച് നിങ്ങൾ എവിടെ നിന്നാണ് വരുന്നതെന്ന് ചോദിച്ചു. ഒരു എൻ്റെ ദേഷ്യപ്പെട്ട രീതിയിലാണ് ഞങ്ങൾ ചോദിച്ചത് കേട്ടോ. ഞങ്ങൾ ചോദിച്ച് നിങ്ങൾ എവിടെ നിന്നാണ് വരുന്നത്? അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ ആലപ്പുഴയിൽ നിന്നാന്ന് പറഞ്ഞു. ആലപ്പുഴ എവിടെ? എൻ്റെ പുള്ളിക്കാർ ഇങ്ങോട്ട് നമ്മുടെ കാര്യങ്ങളെല്ലാം പറഞ്ഞു. നിങ്ങൾ ഇവിടെ നിന്നാണോ വരുന്നത് എന്ന് ചോദിച്ചു. അപ്പോഴേ എൻ്റെ കിളി പോയി. പിന്നെ കൂട്ടത്തോടെ വരുന്നതിൻ്റെ കിളി അപ്പോഴും പോയിട്ടില്ലായിരുന്നു. അത് കാരണം പിന്നെ അടുത്ത് എന്തൊക്കെ സംസാരിച്ച് ഞാൻ ഉടനെ വണ്ടി ഓണാക്കി ഞങ്ങൾ നേരെ ഇങ്ങ് പോരുമായിരുന്നു. അപ്പോഴത്തേക്കാണ് ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചിറങ്ങിയത് കേട്ടോ. അല്ലെങ്കിൽ അകത്തെ വീഡിയോ ഒക്കെ എടുക്കാമെന്ന് പറഞ്ഞൊക്കെയാണ് പോയത്. പക്ഷേ അത് നടന്നില്ല. കാര്യം വെച്ചാൽ നമുക്ക് സത്യം പറഞ്ഞാൽ പേടിയായിപ്പോയി. അങ്ങനെയൊക്കെ നമ്മളോട് ഇങ്ങോട്ട് നമ്മുടെ സ്ഥലമൊക്കെ കറക്റ്റായിട്ട് പറഞ്ഞപ്പോൾ നമുക്ക് പേടിച്ചു പോയി. എൻ്റെ ദൈവമേ, അതാണ് ഏറ്റവും വലിയ സീൻ. അത് കഴിഞ്ഞ് പുള്ളിക്കാരി ഞങ്ങൾ ഇറങ്ങുന്നതിനും വരെ കഥ അടച്ചിട്ട് പുള്ളിക്കാരി അതിൻ്റെ ഇടയ്ക്കൂടെ ഇട്ട് നോക്കുമായിരുന്നു. ഇതൊക്കെ കാരണമാണ് പോകുന്നത് കേട്ടോ. അപ്പോൾ നമ്മളെന്തായാലും നമ്മളിപ്പോൾ നേരെ നമ്മൾ തിരിച്ച് നമ്മുടെ സ്ഥലത്തോട്ട് പോവുകയാണ്. ഓക്കെ. അപ്പോൾ ഞങ്ങൾ ഇവിടെ വന്നിട്ട് നല്ല കോടമഞ്ഞായിരുന്നു കേട്ടോ. നല്ല നൈസ് ക്ലൈമറ്റ്, അടിപൊളി ക്ലൈമറ്റ് കേട്ടോ. ഇപ്പോൾ സമയം ഏതാണ്ട് ഒരു ഉച്ച സമയം ഒരു 12 മണിയൊക്കെ ആയിട്ടുണ്ട്. എന്നിട്ട് ഇവിടുത്തെ കാലാവസ്ഥ കണ്ടോ, അതിങ്ങനെ ഇരുണ്ട് കിടക്കും. അതെ കോട മൂടി കിടക്കുക കേട്ടോ. നൈസ് ക്ലൈമറ്റ്, അടിപൊളി. ഇപ്പോഴും ചാറ്റൽ മഴയുണ്ട്. അപ്പോൾ ഞങ്ങളെന്തായാലും നമ്മുടെ കാലാവസ്ഥ, നമ്മുടെ നേച്ചർ ഒന്ന് ആസ്വദിച്ച് കേട്ടോ. പിന്നെ നമ്മൾ കാണിക്കാമെന്ന് പറഞ്ഞ് കൊണ്ടുപോയ നമ്മുടെ അമ്മച്ചിക്കൊട്ടാരം നമ്മൾ കാണിച്ചിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ അകം നമ്മൾക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചിട്ടില്ല. അപ്പോൾ നമുക്ക് അതിന് പകരമായിട്ട് നമുക്ക് എന്തെങ്കിലും ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാം. അപ്പോൾ നമ്മൾ സത്യം പറഞ്ഞാൽ പേടിച്ച് പോയിട്ട് തന്നെയാണ് നമ്മൾ തിരിച്ച് ഇനി ഇറങ്ങിയത് കേട്ടോ. അപ്പോൾ നമ്മൾ അമ്മച്ചിക്കൊട്ടാരം കയറി നമ്മൾ തിരിച്ചു പോവുകയാണ്. സംഭവം എന്താണെന്ന് വെച്ചാൽ അവിടെ ഒരു അമ്മച്ചി മാത്രമേ ഉള്ളൂ, വേറെ ആരും അവിടെ ഇല്ല. അപ്പം ഞങ്ങൾ അങ്ങോട്ട് പോകുന്നവരാരും കണ്ടുമില്ല. പിന്നെ ആ 2 പേരെ കണ്ടായിരുന്നു. ആ 2 പേരെ ഞങ്ങൾ കണ്ട് തിരിച്ചിറങ്ങിയപ്പോൾ ഞങ്ങൾ ഉടനെ തന്നെ തിരിച്ചിറങ്ങി. അവരെ പിന്നെ കാണാനില്ല. അപ്പോൾ ആ പാടൊരു പേടി സ്വപ്നം പോലെ. അപ്പോൾ അത് കാരണം ആ അമ്മച്ചി പിന്നെ ഞങ്ങളവിടെ ചെന്നപ്പോൾ മുതലൊരു
കഴിഞ്ഞ് അങ്ങോട്ട് നിന്നിട്ടുണ്ട്. അപ്പോൾ 15 മിനിറ്റ് ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുമായിരുന്നു. എന്ത് സംഭവം എന്ന് അറിയത്തില്ല. അതുകൊണ്ട് പോകുന്നു കേട്ടോ. അപ്പോൾ ഗൈസ് മഴ പെയ്ത് തുടങ്ങി കേട്ടോ. നമ്മൾ മൊത്തം നനഞ്ഞ് കുളിച്ച് വിറച്ചാണ് വണ്ടി ഓടിക്കുന്നത്. ഇപ്പോൾ പിന്നെയും മഴ പെയ്ത് തുടങ്ങി. ഇനി അങ്ങോട്ട് നല്ല കത്തി മഴയായി. ഇവിടെ എന്താണെന്ന് അറിയത്തില്ല, പെട്ടെന്ന് അങ്ങ് കനത്ത മഴ അങ്ങോട്ട് പെയ്യും, പിന്നെ മഴയില്ല, പിന്നെ പെട്ടെന്ന് അങ്ങ് മാറും. അപ്പോൾ അങ്ങനെയാണ് ഇവിടുത്തെ ഒരു രീതി കേട്ടോ. ഇപ്പം മഴ കൂടി. ഗൈസ് മഴ കൂടി. ഗൈസ് നമ്മളങ്ങനെ കോടമഞ്ഞിൽ നിന്ന് മാറി നമ്മൾ നല്ല ഒന്നാന്തരം ചൂടിലോട്ട് വന്നിരിക്കുകയാണ് കേട്ടോ. വെയിലുറച്ച സ്ഥലത്തോട്ട് നമ്മൾ വന്നിരിക്കുകയാണ്. ഇപ്പോഴാ കൈയൊക്കെ ശരിക്കും ഒന്ന് മടങ്ങുന്നത്. പക്ഷെ എന്താ പൊന്നത് അങ്ങോട്ട് നോക്കി. അപ്പുറത്തെ മലയിൽ കോട. അപ്പം നമ്മളെ ഒന്ന് പോലീസൊന്ന് പിടിച്ചായിരുന്നു കേട്ടോ. നമ്മളെ പോലീസൊന്ന് പിടിച്ച് കൈ കാണിച്ച് നമ്മളെ മൊത്തം ചെക്ക് ചെയ്ത്, നമ്മുടെ വണ്ടിയും ചെക്ക് ചെയ്ത്. പിന്നെ ഈ വണ്ടി കാണുമ്പോൾ ഓൾറെഡി എല്ലാവരും ഒന്ന് കൈ കാണിക്കും. ഓക്കെ, അപ്പോൾ അത് അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ഓ ഗൈസ്, പെട്ടെന്ന് കാലാവസ്ഥ മാറും. ഞാൻ പറഞ്ഞില്ലേ, പെട്ടെന്ന് കാലാവസ്ഥ മാറും. ചിലപ്പോൾ ഉടനെ തന്നെ വെയിലും ആകും. അപ്പോൾ ഇപ്പം മഴ, നല്ല മഴയായി. അപ്പോൾ തെറ്റിയൊന്നും കിട്ടിയില്ല, എല്ലാം നമ്മുടെ പച്ചയായിരുന്നു കേട്ടോ. അപ്പം ഇതുപോലെ ഒത്തിരി സ്ഥലങ്ങൾ ഞങ്ങൾ ഇങ്ങോട്ട് വന്നപ്പോഴും ഒരു 2 പ്രാവശ്യം 3 പ്രാവശ്യത്തോളം പിടിച്ചു. എവിടെ ചെക്കിങ് ഉണ്ടോ അവിടെ എല്ലാം നമ്മളെ പിടിക്കും കേട്ടത്. നമ്മളെവിടെയും ഒതുങ്ങി നിൽക്കാൻ പോകുക കേട്ടോ. നല്ല മഴയുണ്ട്, നല്ല കാലാവസ്ഥയോടെ നമ്മൾ വന്നതാണ്. പിന്നെ മഴയായി കേട്ടോ. നല്ല ഇടിച്ചു വെച്ച മഴയാണ്. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ഒതുക്കിയിരിക്കുകയാണ് കേട്ടോ. അപ്പം സംഭവം എൻ്റെ സത്യമായ മഴ, ചീനും മഴ കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മൾ പോലീസുകാരുടെ കാര്യം പറഞ്ഞുകൊണ്ടാണ് വന്നത്. അപ്പോൾ അവർ പക്കാ നീറ്റായിരുന്നു. അപ്പോൾ നമ്മുടെ കാര്യങ്ങളെല്ലാം തിരച്ച് നമുക്ക് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ കുറച്ച് നേരം നിൽക്കേണ്ട വന്നു, അത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മളെന്തായാലും അവിടെ നിന്ന് ഇറങ്ങി നമ്മൾ രക്ഷപ്പെട്ട് വന്നു. അപ്പോൾ കറക്റ്റ് സമയത്ത് നല്ല മഴയും. അപ്പോൾ നമുക്ക് നല്ല പോസ്റ്റ് കിട്ടിയിരിക്കുകയാണ്. എന്തായാലും ഇവിടെ ഒരു അരമണിക്കൂറിനടുത്ത് നമ്മളിവിടെ നിൽക്കേണ്ടി വരും കേട്ടോ. അപ്പം ഇത് വിഷയമില്ല കേട്ടോ. ഇത് ഏതോ വീടാണെന്ന് തോന്നുന്നു. അപ്പോൾ ഗൈസ്, അപ്പോൾ നമ്മൾ വന്നത് എന്തിനാന്ന് വെച്ചാൽ നമ്മൾ വാഗമൺ കയറിയാണ് വന്നത്. അപ്പോൾ നമുക്ക് വാഗമൺ വരെ വരേണ്ട കാര്യമൊന്നും ഇല്ലായിരുന്നു. അതിന് മുമ്പായിട്ട് ഒരു സ്ഥലം വരെ നമുക്കൊരു ആവശ്യത്തിന് വേണ്ടി വന്നതാണ്. അപ്പോൾ എന്തായാലും വന്നതല്ലേ, നമുക്ക് വാഗമണ്ണോടൊന്ന് കയറി പോയേക്കെന്ന് വെച്ച് വന്ന് ഞങ്ങൾ കുട്ടിക്കാനേയും കയറി അങ്ങനെ കയറി വന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ട്രിപ്പ് പ്ലാൻ ചെയ്തൊന്നും വന്നതൊന്നുമല്ല, ജസ്റ്റ് വന്ന്
അപ്പം നമ്മൾ എന്തെങ്കിലും നമ്മുടെ ആൾക്കാർ നമ്മുടെ ഗൈസിനെ കാണിക്കണമെന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ എന്തായാലും അടുത്തുള്ളൊരു സ്ഥലം തന്നെ അമ്മച്ചിക്കൊട്ടാരം കണ്ടു. അപ്പോൾ അങ്ങോട്ട് നേരെ പോയി. പിന്നെ നമ്മൾ പറഞ്ഞ സാഹചര്യമൊക്കെ പോലെ തന്നെ നമ്മൾ അവിടെ നിന്ന് തിരിച്ചിറങ്ങുകയും ചെയ്തു കേട്ടോ. അപ്പം ഇങ്ങോട്ട് പോകുന്ന വഴി നല്ല മഴയും കിട്ടി, നമുക്ക് പണി കിട്ടി. ഇവിടെ കയറി നിൽക്കുകയാണ്. ചീർപ്പാഞ്ഞാണ് പോകുന്നത് കേട്ടോ. എന്താ നല്ല മഴയാണ്. അപ്പോൾ ഫ്രണ്ടേ പോയ നമ്മുടെ ആൾക്കാർ ഇവിടെ ഉണ്ട്. ഫ്രണ്ടേ പോയ ആൾക്കാർ ഇവിടെ നിൽപ്പുണ്ട് കേട്ടോ. നമ്മളെ കാത്ത് ഇവിടെ നിൽക്കുമായിരുന്നെന്നൊന്നും അവർ പറയും, പക്ഷെ അതല്ല കാര്യം. നല്ല മഴ ആയതുകൊണ്ട് കയറി നിന്നാ അല്ലേടാ. അപ്പോൾ നമ്മളിപ്പോൾ പയ്യെ പോകത്തുള്ളൂ അല്ലേ മച്ചാനേ. അപ്പോൾ നമ്മൾ പയ്യെ പോകത്തുള്ളൂ. ഇവന്മാരങ്ങ് വെച്ച് കയറിപ്പോൾ നമ്മളിങ്ങനെ പയ്യെ ഇതിനെ ആസ്വദിച്ച് പോകണം അല്ലേ. പിന്നെ അത് മാത്രമല്ല നമ്മുടെ വണ്ടിയുടെ ടയറെല്ലാം മുട്ടത്തോട് പോലെ ആയിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് വലിയ സ്പീഡിലൊന്നും പോകാനൊക്കത്തില്ല. ഇവന്മാർ പോകുന്നവരെ നമുക്ക് പോകാനും ഒക്കത്തില്ല. ഓക്കെ, അപ്പോൾ എന്തായാലും ഞങ്ങൾ ഇവിടുന്ന് വിടുകയാണ്. ഞാൻ നല്ല കാലാവസ്ഥ എന്ന് പറഞ്ഞുകൊണ്ടാണ് തോന്നുന്നു. മൊത്തം മഴയാണ് കേട്ടോ, ഭയങ്കര സീൻ. ഓക്കെ, അപ്പോൾ നമുക്കിനി കാണാം. ഓക്കെ, അപ്പോൾ ഗായ്സ്, അപ്പോൾ നമ്മൾ തിരിച്ചെത്തിയിരിക്കുകയാണ്, നമ്മുടെ നാട്ടിലെത്തിയിരിക്കുകയാണ്, നമ്മുടെ വീട്ടിലെത്തിയിരിക്കുകയാണ്. ഓക്കെ, അപ്പം നമ്മൾ വൈകിട്ടൊരു 5-5:30 ആയപ്പോഴാണ് നമ്മൾ വീട്ടിലെത്തിയത്. പിന്നെ നല്ല മഴയും കാര്യങ്ങളും, നമ്മളെല്ലാം നനഞ്ഞ് കുളിച്ച് നമ്മളൊരു ശകലം പോലും റെസ്റ്റ് എടുക്കാതെയാണ് നമ്മൾ മൊത്തം ഇങ്ങനെ ചുറ്റി കറങ്ങിയത്. ഓക്കെ, അപ്പം എന്തായാലും നമ്മൾ പോയി അമ്മച്ചിക്കൊട്ടാരം ഞാൻ ആദ്യമായിട്ടാണ് എക്സ്പീരിയൻസ് ചെയ്യുന്നത്. അപ്പം പലരും പറഞ്ഞ് പീഡിപ്പിച്ചിട്ടൊക്കെ ഉണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു കുഴപ്പമൊന്നുമില്ലെന്ന് പറഞ്ഞാൽ അവിടെ ചെന്നപ്പം ഞാനും പേടിച്ചു പോയി. അതുകൊണ്ട് തന്നെയാണ് അത് ഇങ്ങനെ അങ്ങ് സംഭവിച്ചത്. ഓക്കെ, അപ്പം എന്തായാലും അപ്പോൾ ഒട്ടും റെസ്റ്റ്, ഇപ്പോൾ തല നേരെ പോലും നിൽക്കുന്നില്ല. കാര്യം വെച്ചാൽ ഒന്ന് ഉറങ്ങണം. ഓക്കെ, അപ്പം എന്തായാലും ഗൈസ്, അപ്പം ഇത്രയും പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ കൂടുതൽ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. എങ്കിൽ മാത്രമേ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. ഓക്കെ.